ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ സെപ്റ്റംബർ 20-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും നാളത്തെ റേഷൻ വിതരണവുമാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്തിച്ചേരാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ അറിയിപ്പ് ഈ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണത്തെക്കുറിച്ച് തന്നെയാണ്. ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതങ്ങളാണ്. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ഉണ്ട് എന്നൊക്കെ നമ്മൾ നേരത്തെ 2-3 പ്രാവശ്യം പറഞ്ഞതാണ്. അതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ ഓർമ്മിപ്പിക്കാനുള്ളത്, ഇന്ന് 19-ാം തീയതി കഴിഞ്ഞു. ഇനി നാളെ മുതൽ വളരെ നിർണായകമായിട്ടുള്ള ദിവസമാണ്. 10 ദിവസം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അതിൽ ഒഴിവു ദിവസങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഹിതങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ ഉടൻ പോയിട്ട് വാങ്ങേണ്ടതുണ്ട്. ഈ മാസം 1-ാം തീയതി മുതൽ തന്നെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ആരംഭിച്ചതുകൊണ്ട് അടുത്ത മാസത്തേക്ക് ഇത് നീട്ടി നൽകുകയില്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അതാണ് ഒന്നാമത്തെ അറിയിപ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമുക്ക് അടുത്ത മാസം 15-ാം തീയതി വരെയാണ് തിരുത്തലുകൾ വരുത്താനുള്ള സമയമുള്ളത്. അതിനു മുമ്പ് എല്ലാ ആളുകളും തിരുത്തൽ വരുത്തണം. നവംബർ 1-ന് തന്നെ നമുക്ക് പുതിയ റേഷൻ കാർഡുകളുടെ വിതരണം തുടങ്ങും. അതിനു മുമ്പ് അടുത്ത മാസം, അതായത് ഒക്ടോബർ 15-ാം തീയതി വരെയാണ് നമുക്ക് സമയം തന്നിട്ടുള്ളത് തിരുത്തലുകൾ വരുത്താൻ. പേര്, മേൽവിലാസം, ഉടമസ്ഥനുമായുള്ള ബന്ധം, വയസ്സ്, തൊഴിൽ ഇവയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തും. കൂടാതെ റേഷൻ കാർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ മാറ്റലും മരണപ്പെട്ട ആളുകളെ ഒഴിവാക്കുകയും ഇത്തരം പ്രവർത്തനങ്ങൾ അടുത്ത മാസം 15-ാം തീയതിക്ക് മുമ്പ് പൂർത്തീകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പുതിയ അംഗങ്ങളെ ആഡ് ചെയ്യാനുണ്ടെങ്കിലും ഇപ്പോൾ സാധിക്കുന്നതാണ്. ഓരോ പ്രവർത്തനത്തിനും 50 രൂപ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഫീസായി നൽകേണ്ടി വരും. അക്ഷയ സെൻറ്ററുകളിൽ നിന്ന് ചെയ്യുമ്പോൾ അതിന് പുറമെ അവർക്കുള്ള ഫീസ് കൂടി നൽകേണ്ടി വരും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. കുടുംബശ്രീയിലൂടെ ലഭിക്കുന്ന ഒരു വായ്പയെക്കുറിച്ചിട്ടാണ്. ലോക്ക്ഡൗൺ മൂലമുണ്ടായ തൊഴിൽ നഷ്ടവും സാമ്പത്തിക പ്രതിസന്ധികളും കണക്കിലെടുത്ത് ആവശ്യക്കാർക്ക് വായ്പ നൽകാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച MHLS പദ്ധതിയിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബശ്രീ അംഗങ്ങൾക്ക് ബാങ്ക് വായ്പയിലൂടെ അടിയന്തര സഹായം നൽകാൻ പദ്ധതി ആരംഭിക്കുകയാണ്. കോവിഡ് സാഹചര്യത്തിൽ വരുമാന മാർഗം നഷ്ടമായ കുടുംബശ്രീ അംഗങ്ങൾക്ക് അപേക്ഷിക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടിന് ആനുപാതികമായി ഒരു അംഗത്തിന് പരമാവധി 2 ലക്ഷം രൂപ വരെയാണ് വായ്പ ലഭിക്കുക. 3 വർഷത്തെ തിരിച്ചടവ് കാലാവധിയാണ്. 9% പലിശ സർക്കാർ വഹിക്കുന്നതാണ്. അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത, അപേക്ഷ കുടുംബശ്രീ അംഗമായിരിക്കണം എന്നുള്ളതാണ്. അപേക്ഷ കൊടുക്കുന്ന വനിതയുടെ റെസിഡൻസ് അഡ്രസ് പ്രൂഫ്, അപേക്ഷ കൊടുക്കുന്ന വനിതയുടെ ബാങ്ക് വിവരങ്ങൾ ഇവ അപേക്ഷയോടൊപ്പം വെക്കണം. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ അംഗങ്ങളായിട്ടുള്ള കുടുംബശ്രീയിൽ അന്വേഷിക്കാവുന്നതാണ്. കുടുംബശ്രീ വഴി ലഭിക്കുന്ന മറ്റൊരു വായ്പയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ, ദേശീയ പട്ടികജാതി ധനകാര്യ വികസന കോർപ്പറേഷൻ്റെ സഹായത്തോടുകൂടെ പട്ടികജാതിയിൽപ്പെട്ട വനിതകൾക്ക് സ്വയം സഹകരണ സംഘങ്ങൾ, അയൽക്കൂട്ടങ്ങൾ എന്നിവ വഴി വായ്പ പാലക്കാട് ജില്ലയിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 5 മുതൽ 20 വരെയുള്ള ഒരു സംഘത്തിന് പരമാവധി 5 ലക്ഷം രൂപയാണ് വായ്പ ലഭിക്കുന്നത്. ഒരു അംഗത്തിന് 60,000 രൂപ വരെ ലഭിക്കും. 5% പലിശ. 3 വർഷമായിരിക്കും തിരിച്ചടവ് കാലാവധി. 3 ലക്ഷം രൂപയിലധികം വാർഷിക വരുമാനം ഉണ്ടാകാൻ പാടില്ല. അപേക്ഷാ ഫോറത്തിനും കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങളുടെ ബന്ധപ്പെട്ട അയൽക്കൂട്ടങ്ങളിലോ കോർപ്പറേഷൻ ജില്ലാ കാര്യാലയവുമായോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 049125444411. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.